നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് വരണം. രാജ്യത്തെ ഷിപ്പിംഗ് ചാർജ് കുത്തനെ കൂട്ടി ഷിപ്പിംഗ് കമ്പനികൾ. വാർ സർചാർജിന്റെ പേരിൽ 1800 മുതൽ $4000 വർദ്ധിപ്പിച്ചത്. തുറമുഖങ്ങളിൽ നിന്ന് ഇതുവരെ ഡിസ്ചാർജ് ചെയ്യാത്ത വെള്ളത്തിലുള്ള കണ്ടെയ്നറുകൾക്കും കാർഗോകൾക്കും നിരക്ക് വർധനവ് ബാധകമാണ് എന്ന് ഷിപ്പിംഗ് കമ്പനികളുടെ നോട്ടീസ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോൾ രാജ്യത്ത് ഷിപ്പിംഗ് ചാർജ് കുത്തനെ കൂട്ടിയിരിക്കുന്നു. എന്താണ് ഒരു സാഹചര്യം? കൂടുതൽ വിവരങ്ങൾ. വിനോദ, സർചാർജ് വാർ സർചാർജ് ഇനത്തിലാണ് ഏകദേശം 1800 മുതൽ 4000 വരെയുള്ള $US വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഷിപ്പിംഗ് കമ്പനികൾ ഈ ചാർജ് വർദ്ധിപ്പിച്ചതോടുകൂടി വലിയൊരു പ്രതിസന്ധി കയറ്റുമതിക്ക് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കയറ്റുമതിയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരത്തെ തന്നെ നേരിട്ട സാഹചര്യത്തിൽ തന്നെയാണ് വാർ സർചാർജ് ഇനത്തിൽ കൂടുതൽ ഈ ഒരു ചാർജ് ഈടാക്കാനായിട്ടുള്ള ഷിപ്പിംഗ് കമ്പനികളുടെ നോട്ടീസ് വലിയൊരു പ്രതിസന്ധി ഈ പറയുന്ന കയറ്റുമതി നടത്തുന്ന ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനൊക്കെ തന്നെ നിവേദനം നൽകാനിരിക്കുകയാണ് അവരുടെ സംഘടനകളൊക്കെ തന്നെ. എന്തായാലും 80% സംസ്ഥാനത്ത് 80% വിദേശ കയറ്റുമതിയിലും കൂടുതലും തന്നെ കപ്പൽ മാർഗം തന്നെയാണ്. ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയാണ് ഈ സർചാർജ് ഇനത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനയ്ക്ക് കാരണമായിട്ടുള്ളത്. അത് പറയുന്നത് യുദ്ധത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ജീവനക്കാരുടെ സുരക്ഷ, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കവറേജ് ഇവയൊക്കെ തന്നെ കൂട്ടേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സർചാർജ് ഇനം അത് വർദ്ധിപ്പിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഷിപ്പിംഗ് കമ്പനികൾ പറയുന്നത്. എന്തായാലും ഈ കയറ്റുമതി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നിലവിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഷിപ്പിംഗ് കമ്പനികൾ. ഈ ഒരു നിലവിൽ ഡിസ്ചാർജ് ചെയ്യാത്ത വെള്ളത്തിൽ തന്നെ കിടക്കുന്ന ഷിപ്പുകൾക്കും കാർഗോകൾക്കും ഈ പറയുന്ന സർചാർജുകൾ ബാധകമായിട്ട് വരും. ഈ പഴം, പച്ചക്കറി ഉൾപ്പെടെയുള്ള മത്സ്യം ഉൾപ്പെടെയുള്ളവ ശീതീകരിച്ച് അയക്കുന്ന കാർഗോകളാണ്. അവയ്ക്കാണ് കൂടുതലും ഈ സർചാർജ് ബാധകമായി വരിക. എന്തായാലും ഈ യുദ്ധം കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് ഈ സർചാർജ് അത് കുറയ്ക്കില്ല എന്ന് തന്നെയാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കാലഘട്ടത്തിലെ ഈ ഒരു കയറ്റുമതിയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇത് സൃഷ്ടിക്കും. മാത്രവുമല്ല, നിലവിലെ ഈ ഒരു കയറ്റുമതി ചാർജുകൾ തന്നെ വഹിക്കാനായിട്ട് വലിയ പാടാണെന്നാണ് ഈ ആളുകൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ അപേക്ഷ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾക്ക് അവർ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വ്യക്തമായിട്ടുള്ള ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർചാർജ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള നീക്കവുമായിട്ട് ഷിപ്പിംഗ് കമ്പനികൾ മുന്നോട്ട് പോകുന്നത്. ആദ്യപടിയായിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാർഗോകൾക്കും അതോടൊപ്പം തന്നെ നിലവിലുള്ള എല്ലാ കണ്ടെയ്നറുകൾക്കും ഇത് ബാധകമാണ്. അതായത് ഇപ്പോൾ നീറ്റിൽ തന്നെ കിടക്കുന്ന എല്ലാ കാർഗോകൾക്കും ഇത് ബാധകമായിട്ട് വരും. എന്തായാലും ഇത് പിന്നീട് കുറയ്ക്കില്ല എന്നുള്ളതാണ് ഈ കയറ്റുമതി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഇവര് എന്തായാലും ചർച്ചകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരുമായി നടത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ ഒരു ഫലപ്രദമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. വിനോദ്, വളരെ വ്യക്തമാണ്. യുദ്ധത്തിൻ്റെ പ്രതിഫലനമാണ് എല്ലാ മേഖലയിലും അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഗൾഫ് യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം, അതുകൊണ്ടാണ് ഈ ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ കുത്തനെ കൂട്ടേണ്ട സാഹചര്യം വന്നിട്ടുള്ളത്. ഷിപ്പിംഗ് കമ്പനികൾ അത് നടപ്പിലാക്കുകയാണ്. വാർ സർചാർജിൻ്റെ പേരിൽ 1800 മുതൽ $4000 വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.